2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ തിമോഥെയോസിന് ഹല്ലേലൂയ എഴുന്ന ലേഖനത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രിക്കുമെന്ന് അതിന്റെ അവസാന അധ്യായം ആണ് ഹല്ലേലൂയ. അപ്പൊ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം എന്താണ്? വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. അപ്പം എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വം തന്നെയാണ് അത്. തിമോഥെയോസിന് അതിൽ എഴുതിയപ്പോൾ തിമോഥെയോസ് ലേഖനത്തിൽ എഴുതിയെങ്കിലും എല്ലാവർക്കും നമ്മളെല്ലാവരോടും ദൈവം ഹല്ലേലൂയ. എന്താ? കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ കർത്താവ് ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യം നോക്കേ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടുപിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ എന്തിനാ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്തിനു വേണ്ടി യേശുക്കത്തെ അഭിഷേകം ചെയ്തിരിക്കുന്ന പറഞ്ഞേക്കുന്നത്? ഹല്ലേലൂയ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അപ്പം സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. അപ്പൊ സുവിശേഷം അറിയിപ്പാനാണ് ഹല്ലേലൂയ എന്താ പറയാ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത് പറഞ്ഞേക്കാം. പിന്നെ പറയും ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് അത് അതിന്റെ പാർട്ടാണ്. പക്ഷെ മെയിൻ ഇമ്പോർട്ടന്റ് ഭാഗം എന്താന്ന് വെച്ചാൽ സുവിശേഷം അറിയിക്കുന്നത്. എങ്ങനെയാ സുവിശേഷം അറിയിക്കുന്നത്? നമ്മള് ദൈവത്തിന്റെ വചനം തന്നെ നമ്മൾ പ്രസംഗിക്കുന്നത് അല്ലേ? ആമേൻ. അല്ല, ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് സുവിശേഷം അറിയിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ വചനം തന്നെയാണ് നമ്മൾ എന്താ പറയാ ആ ഷണ്ണൻ ഹാലിൽ എത്തോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ രഥത്തിലിരുന്ന് വായിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. അതിനെ ബേസ് ചെയ്താണ് ഫിലിപ്പോസ് അടുത്ത് ചെന്നിട്ട് കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞത്. ആമേ. അപ്പൊ സുവിശേഷം അറിയിക്കാനാണ് കർത്താവിന്റെ ആത്മാവ് നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും മറന്നുപോകും. നമ്മുടെയൊക്കെ വിചാരം എന്താ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ ഹല്ലേലൂയ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഭിഷേകം വന്നിരിക്കുന്നത് വിജയം. പക്ഷെ അല്ല ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് തന്നെ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് വചനം പ്രസംഗിക്കണം. വചനം പ്രസംഗിക്കാന്ന് വെച്ചാൽ നമുക്ക് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രസംഗിക്കാം. അപ്പം സഭയ്ക്കുള്ളിൽ എന്തിനു വേണ്ടി വചനം പ്രസംഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് വചനം കേൾക്കുന്നവരാണ് നമുക്ക് കേൾക്കുന്ന വചനമല്ല എന്തിനു വേണ്ടി വെച്ചാൽ നമ്മളെ എക്വിപ്പ് ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന പഠനം, നമ്മളുടെ വചനം നമ്മൾ കേൾക്കുന്നത്, നമ്മളെ ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളെ പണിതെടുക്കുക ചെയ്യുന്നത്. ഇത് പണിതെടുത്തിട്ട് ഇരുന്ന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പണിയുന്നത്. പണിയപ്പെടുന്നത് എന്തിനാ വെച്ചാൽ ഇത് കേട്ട് നമ്മൾ എക്വിപ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അതിനു വേണ്ടിയിട്ട് വചനം പ്രസംഗിക്കേണ്ടത്. ഇന്ന് വചനം അതുകൊണ്ടാണ് പണ്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ എടുത്താൽ എവിടെയൊക്കെ നമ്മൾ യേശു കർത്താവിന്റെ സുവിശേഷത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എവിടെയൊക്കെ വചനം പ്രസംഗിക്കപ്പെട്ടു അവിടെയൊക്കെ ജനം വിടുവിക്കപ്പെട്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവര് ദൈവത്തെ സഭയോട് ചേർന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരുടെ ഓരോ നിങ്ങൾ പോയിട്ട് എന്തോരെ സുവിശേഷം അറിയിക്കണം. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ പാമ്പുകളെ പിടിച്ചെടുക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, എന്താ പറയാ രോഗികളെ സൗഖ്യമാക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുന്ന വചനം അത് നിവൃത്തിയാകേണ്ടത് എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് കൂടെ സഞ്ചരിച്ച് അതിനെ എന്താ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തി അതിനെ ഉറപ്പിക്കും. എന്താ ഉറപ്പിക്കുന്ന? മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈ വചനത്തെ ഉറപ്പിക്കുക ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളെ വീര്യപ്രവൃത്തികളെ നമ്മൾ കേൾക്കുന്ന വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം അത് ചെയ്യുന്നത്. അപ്പം
ഇവിടെ ഇപ്പം മാറി 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 അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമേ പ്രശസ്തി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് പലതിനും ഇമ്പോർട്ടൻസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ പ്രവചനത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇത് കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഓടി പോകുന്നു, ഇത് പറയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സജു മാത്യു ബ്രദറിന്റെ ഒരു പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് കലയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എവിടെയെങ്കിലും ഇരുന്ന ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആഫ്രിക്കയിലായിരുന്നപ്പോൾ, ഞാൻ കഴിഞ്ഞ മാസം കാനഡയിലായിരുന്നപ്പോൾ, അപ്പം ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്കും US-ലായിരുന്നപ്പോൾ, അല്ല എന്താ പറയാ, അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, രോഗസൗഖ്യമായി. അപ്പം എവിടെയൊക്കെ യേശു 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 എന്ന് പറയുന്ന സ്ഥാനത്തെല്ലാം ഞാനെന്നാണ് ഇന്ന് പറയുന്നത്. അപ്പൊ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെ തന്നെത്താനുള്ള തന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന പോലെ എന്ന പ്രസംഗങ്ങൾ പലതും എന്ന് പറയും. അയാൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാര് ചരിത്രവും ശാസ്ത്രവും സയൻസും ഒക്കെ എടുത്തിട്ട് ഹാലയിൽ എന്താ പറയാ, നമുക്ക് അത് കേൾക്കുന്നവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനത്തെ കുറെ പ്രസംഗങ്ങൾ അവർ ജ്ഞാനിയാണെന്ന് മറ്റുള്ളവർ മുമ്പ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്ന ചില പ്രസംഗങ്ങൾ. ഹാലല്യ ആമേ, ഇത് കൊണ്ട് ഇതല്ല ശരിക്കും ദൈവം പറഞ്ഞേക്കുന്ന പ്രസംഗം, അല്ലെ ദൈവം പറഞ്ഞേക്കുന്ന സുവിശേഷം ഇതല്ല. ഹാലല്യ ഞാൻ തന്നെ ഒരു വാക്യം ഞാൻ വായിക്കാം. 1 Corinthians 22-23 വായിക്കാം. 22 1 Corinthians 1:22-23. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ആമേൻ, സ്തോത്രം. ഇവിടെ പറയുന്നത് യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പം അവര് ഓരോരുത്തരെ അടയാളം ചോദിക്കുന്നു, ഓരോരുത്തർ ജ്ഞാനം അന്വേഷിക്കും. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നേ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹാലലൂയ. നമുക്ക് പ്രസംഗിക്കാൻ ഇതേ ഉള്ളൂ. എന്താ പറയുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചായ നമ്മൾ പ്രസംഗിച്ചിട്ട് യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമായെങ്കിലും യഹൂദന്മാരുടെ യവനന്മാരെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ തന്നെ. അപ്പൊ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ഹാലലൂയ ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്താണ്? ക്രൂശിക്കപ്പെട്ട യേശുവിനെ. ഹാലലൂയ. സകല ജ്ഞാനത്തെ പലരും ജ്ഞാനം അന്വേഷിക്കുന്ന, അടയാളം ചോദിക്കുന്ന, ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച്. ഹാലലൂയ. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഹാലലൂയ. അവിടെ അപ്പോൾ വചനം പ്രസംഗിക്കും. ഒന്നാമത്തെ കാര്യം, വചനം പ്രസംഗിക്കണം. എപ്പോഴൊക്കെയാ? സമയത്തിലും അസമയത്തിലും. ഹാലലൂയ. വചനം സമയത്തിലും അസമയത്തിലും നമ്മൾ പ്രസംഗിക്കണം. അടുത്ത് പറയുന്നത് ശാസിക്കണം. എന്താ? ഉപദേശത്തോട് കൂടെ ശാസിക്കണം. ഈ ശാസിക്കുമ്പോൾ സകല ദീർഘക്ഷമയോടും കൂടെയാണ് ശാസിക്കാനായിട്ട്. എനിക്കൊന്നും ഇല്ലാത്ത കാര്യം അതാണ്. കാരണം വെച്ചാൽ ഒരാഴ്ച വരെ 2 പ്രാവശ്യം പറഞ്ഞ് പിന്നെയും കേട്ട് എനിക്ക് ദേഷ്യം വരും. ഹാലയിലെ. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന സകല ദീർഘക്ഷമയോടും കൂടെ ശാസിക്കണം, എന്നിട്ട് തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാകണം. പ്രസംഗിച്ചാൽ മാത്രം പോരാ, ആ പ്രസംഗിക്കുന്ന ആള് ഹാലലി ഏത് സമയത്തും പ്രസംഗിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം. ഹാലലിയ. നമ്മുടെ ഗ്രൂപ്പിലെ കണക്ക് ഈ ആഴ്ചയിൽ മെസ്സേജ് പറയാന്ന് പറയുമ്പോൾ ഹാലലിയ എക്സ്ക്യൂസ് പറയുന്നതായിരിക്കില്ലേ? അല്ലെ, അതവിടെ വിജയസ് ദൈവകൃപയാലെ എപ്പോൾ പറഞ്ഞാലും ഏത് സമയത്ത് അസമയത്ത് ഏത് സമയത്ത് വിളിച്ച് ഷോർട്ട് നോട്ടീസ് ഒക്കെ പറഞ്ഞാൽ വിജയസിന് എപ്പോഴും ഹാല റെഡിയാണ്. കാരണം വെച്ചാൽ ഒരുക്കപ്പെട്ടിരിക്കുക ഏത് സമയത്ത്. ഹാലയില്ല. സീസൺ ആണെങ്കിൽ ഏത് സമയം എന്ന് പറഞ്ഞാലും അവിടെ എല്ലാം പറയാൻ തയ്യാറായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ് നമ്മളെ കുറിച്ച് ദൈവം ഹാലയിൽ ആഗ്രഹിക്കുന്നത്. അവിടെ പറയാം ഉപദേശത്തോടു കൂടെ ഹാലയില്ല ശാസിക്കണം. ഹാലയിൽ ഇതൊക്കെ ഹാലയിൽ എന്താ പറയാ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പം വചനം പ്രസംഗിക്കാന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രസംഗിക്കണേ? മനുഷ്യന്റെ അഭിപ്രായങ്ങളെയല്ല, ദൈവത്തിന്റെ സന്ദേശം എന്ന് വെച്ചാൽ തിരുവെഴുത്തുകളും സുവിശേഷവും അത് പരസ്യമായിട്ട് പ്രസംഗിക്കാനായിട്ടല്ല, പരസ്യമായി പ്രഖ്യാപിക്കാനായിട്ട് ഒരു കേപ്പബിലിറ്റി കൊണ്ട് വേണം പ്രസംഗിക്കുന്നത്. എന്താ പറയാ, എന്താ പ്രസംഗിക്കണ്ടെന്ന് വെച്ചാ
തിരുവെഴുത്തുകളെ പ്രസംഗിക്കേണ്ട, സുവിശേഷം പ്രസംഗിക്കേണ്ട. അത് എങ്ങനെ പ്രസംഗിക്കണം വെച്ചാൽ മനുഷ്യന്റെ അഭിപ്രായങ്ങളല്ല, അല്ലെങ്കിൽ അവന്റെ കണ്ടെത്തലുകളല്ല, അവർക്ക് കർണരസമാകുമാറുമല്ല നമ്മൾ പ്രസംഗിക്കേണ്ട. കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ സന്തോഷിപ്പിക്കുന്ന രീതിയിലല്ല പ്രസംഗിക്കേണ്ട, സത്യവചനം തന്നെ നമ്മൾ പ്രസംഗിക്കണം. ഇന്ന് പലപ്പോഴും പ്രസംഗങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ മുമ്പ് ഇരിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുവോ, അവരെയൊക്കെ അല്ല സന്തോഷിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കരുത് നമ്മൾ. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വളച്ചൊടിക്കരുത്, അല്ലെ വെള്ളം ചേർക്കരുത്. എന്താണോ അത് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രസംഗിക്കണം. അതിന്റെ തിരുവെഴുത്തുകൾ എന്താണ് അത് ചിലപ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന കണക്കായിരിക്കും. അത് കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ചില ആൾക്കാരുണ്ടല്ലേ കുത്താൻ വേണ്ടി ഉപയോഗിക്കും, പക്ഷെ കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ്ടേ, വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളണം. ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന പോലെ ചിലർ കുത്തി പ്രസംഗിക്കുക, അങ്ങനെയും പ്രസംഗിക്കാൻ പാടില്ല. എന്താണ് ദൈവത്തിന്റെ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ അത് പ്രസംഗിക്കപ്പെടേണ്ട വചനം. സമയത്തിൽ അസമയത്തിൽ എന്ന് വെച്ചാ അവിടെ നമ്മുടെ സമയമോ പരിസ്ഥിതിയോ നമ്മളെ അവർ വെൽക്കം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ, നമുക്ക് പരിഗണന തരുന്നുണ്ടോ തരുന്നില്ലയോ. ചില ആൾക്കാർ പറയത്തില്ലോ അവിടെ പോയി പ്രസംഗിച്ചാൽ അവരൊന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല, അല്ലെങ്കിൽ വലിയ പരിഗണന ഒന്നും കിട്ടത്തില്ല എന്ന് വെച്ചാൽ അവർ പരിഗണിക്കേണ്ടതേ നമ്മള്. അവര് നമ്മളെ വെൽക്കം, ചിലപ്പോൾ ചിലയിടത്ത് നമുക്ക് വലിയ വെൽക്കം ഒന്നും ഉണ്ടാകത്തില്ല പ്രസംഗിക്കാനൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. വചനം എവിടെയാ ദൈവം പറഞ്ഞേക്കുന്നത്, പുറമേ ആണ്, പബ്ലിക്കായിട്ടും ഇൻസൈഡ് പ്രൈവറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് പറയാനുള്ള കാര്യം വചനം. അതിന് ആരുടെയും സപ്പോർട്ട് വേണ്ട. നമുക്ക് ആരുടെ സപ്പോർട്ട് മാത്രം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സപ്പോർട്ട്, പരിശുദ്ധാത്മാവിന്റെ സപ്പോർട്ട് മാത്രം. പരിശുദ്ധാത്മ നമ്മളോട് പറയാം, ഒരിടത്ത് പോയി പറഞ്ഞേക്കണം. അവര് കേൾക്കുവോ, അവർ ഏറ്റെടുക്കുവോ, അവർ സ്വീകരിക്കുമോ, അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്തൊന്നും നോക്കണ്ട. സമയത്തിലും അസമയത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ട. അവിടെ അതിനുള്ള സമയം മറ്റുള്ളവർ നമ്മളെ അതിനുള്ള എന്താ പറയാ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നോ ഇല്ലയോ എന്നുള്ള ഒരുക്കിയാലും ഒരുക്കിയില്ലെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം. നമ്മുടെ പൗലോസ് കണ്ടിട്ടില്ലേ, എന്താ പുഴവക്കിൽ പോയിരുന്ന് പ്രസംഗിച്ചു. അവിടെ ഒരുക്കപ്പെട്ട സ്റ്റേജ് ഉണ്ടായിരുന്നില്ല, നല്ല സ്പീക്കർ ഉണ്ടായിരുന്നില്ല, നല്ല മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഒരിക്കൽ ഞാനെപ്പോഴേ എന്തെങ്കിലും കേൾക്കുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഉരുളക്കുപ്പൂര് പോലെ പണ്ട് പറയുന്ന സ്വഭാവം. ഇപ്പൊ അത്ര ഇല്ല, കുറഞ്ഞു. ഞങ്ങള് ചർച്ചിലിങ്ങനെ ഒരു 10-15 പേരേ ഉള്ളു, ആകെപ്പാടെ 20 പേര് മാക്സിമം കാണാം ചർച്ചിലേക്കാം. അപ്പൊ അവിടെ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഇരുന്നു. അപ്പൊ അതിന്റെ ആൾക്കാർ എടുത്തോണ്ട് പോയി. അപ്പൊ അന്നേരം സൗണ്ട് സിസ്റ്റം അന്നേരത്തെ പെട്ടെന്ന് വേറെ സൗണ്ട് സിസ്റ്റം ഒക്കെ കൊണ്ടുവച്ച് സ്പീക്കറൊക്കെ വെച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പാസ്റ്റർ പറയണം, പിന്നെ ഇന്നാ സൗണ്ട് സിസ്റ്റം അങ്ങോട്ട് റെഡി ആകുന്നുണ്ട്, പ്രസംഗം ശരിയായില്ല. അപ്പം ഞാൻ പാസ്റ്റർ മുഖത്തേക്കൊന്ന് നോക്കിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ എന്തായാലും ആയിരക്കണക്കിന് ജനം ഉണ്ടായിരുന്നില്ല, ലക്ഷക്കണക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു അന്നേരം മൈക്ക് സെറ്റ് ഒന്നും ഇല്ലാതെ പാസ്റ്റർ പ്രസംഗിച്ചത്, കേൾക്കേണ്ടവരൊക്കെ അത് കേട്ടു. അപ്പൊ മൈക്ക് സെറ്റ് മാറിയതുകൊണ്ട് പ്രസംഗം ശരിയായില്ലെന്ന് പറഞ്ഞാല് എന്താ മനസ്സിലാക്കണ്ടേ? അപ്പൊ മൈക്ക് സെറ്റാണ് പ്രസംഗിക്കാനുള്ള പ്രചോദനം. ഇന്ന് ചില പാസ്റ്റർമാര് ബുക്ക് ചെയ്യുമ്പോൾ ചോദിക്കും, അവർ ചോദിക്കും എത്ര ആൾക്കാരുണ്ട്, ഹോൾ AC ആണ്, സൗണ്ട് സിസ്റ്റം ഏതാണ്, എത്ര വോൾട്ടാണ്, ഹല്ലേലൂയ, ഇതൊക്കെ ചോദ്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ നോക്കിയിട്ടാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. എന്താണ് പ്രസംഗിക്കേണ്ടത്? സൗണ്ട് സിസ്റ്റം കുറച്ച് ബേസൊക്കെ കൂട്ടിവെച്ച് ഹല്ലേലൂയ ഇതൊക്കെ വെക്കുമ്പോഴാണോ ശരിക്കും ആത്മാവ് ഇറങ്ങുന്നതെന്ന് വിചാരിക്കുന്നത്? അല്ല, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റും. വചനത്തിലാണ് ഹല്ലേലൂയ എന്താ പറയാ വിടുതലുള്ള, വചനത്തിലാണ് ദൈവാത്മാവ്, വചനത്തിന്റെ ശക്തിയാണ് അവിടെ വ്യാപരിക്കേണ്ടത്. പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രസംഗം അപ്പൊ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം അത്രേ. അവിടെ പറയുന്ന വചനമല്ല, ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടും. മനുഷ്യന്റെ ജ്ഞാനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ദൈവാത്മാവ് അനങ്ങത്തിൽ, ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തതുമില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രസംഗിക്കേണ്ടുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം.
ഹാലേലി ആ നമ്മൾ അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഒരുക്കി, നല്ല ഹോള്, ഹാലേലി നല്ല മൈക്ക് സെറ്റ്, നല്ല സൗണ്ട് സിസ്റ്റം, ഹാലേലി എന്താ പറയാ, നല്ല സീറ്റുകൾ, ഹാലേലി ഇത് AC ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതൊന്നുമില്ലെങ്കിലും പുഴവക്കി പോയിരുന്നു പ്രസംഗിച്ചപ്പോൾ രക്താംബര കച്ചവടക്കാരെ ലുതിയുടെ ഹൃദയത്തെ ദൈവം തുറന്നതുപോലെ തെരുവുകളിൽ നിന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന് പലരുടെ ഹൃദയത്തെ തുറക്കും. ഹാലൂയ. അപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ പ്രസംഗിക്കേണ്ടത് എന്താ വെച്ചാൽ ദൈവത്തിന്റെ വചനവും അതിലും ബേസ് ചെയ്ത് നമ്മൾ ദൈവത്തിന്റെ സുവിശേഷമായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ പോലെ ഹാലലിയ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്ത് ബദ്ധന്മാരുടെ സുവിശേഷം അറിയിപ്പാനാണ്. അപ്പൊ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേലുള്ളത് ദൈവത്തിന് സുവിശേഷം പ്രസംഗിക്കാനാണ്. അല്ലാതെ പറയുന്ന സമയത്തിലും വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്ത്. അടുത്ത ഉപദേശത്തോട് കൂടെ ശാസിക്കുക. അപ്പൊ ഹാലേലിയ നമ്മൾ എന്ത് ചെയ്യണം? ശാസിക്കുക, തർജ്ജനെ പ്രബോധിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് ഇവിടെ ഇത് ഒരു ഇടയന് വേണ്ടി കൊടുക്കുന്ന ഉപദേശമാണ്. ഒരു ഇടയൻ സഭയില് കൊടുത്തേക്കുന്ന ആടുകളെ ശാസിച്ച മാത്രം പോരെ, ഉപദേശിക്കണം. ചില സഭകളിൽ നല്ല ശക്തമായി തന്നെ ശാസിക്കണം. ഇപ്പൊ തർജ്ജനം ചെയ്ത് തല്ലുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുമ്പോൾ എന്താ പറയാ, ശക്തമായി തന്നെ ഉപദേശിക്കുന്ന നമുക്ക് എന്താ വെച്ചാ ഇവിടെ ഒരു മീനിങ് കൊടുത്തെന്ന് കംപ്ലീറ്റ് പേഷ്യന്റിനോട്, അപ്പൊ ദീർഘക്ഷമയോടുകൂടെ നമ്മൾ ഉപദേശിക്കണം. പക്ഷേ നമ്മള് തർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ ആക്കുക എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് നമ്മള് ഓരോരുത്തരെ കൺവിൻസ് ചെയ്ത് അവിടെ എന്താ പറയാ കൺവിൻസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് ഉപദേശിക്കും. പക്ഷേ മറ്റേതാ പറയുമ്പോൾ തർജ്ജനം ചെയ്യുന്നുള്ള പറയുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടിയല്ല, നല്ല ദേഷ്യത്തിൽ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വളരെ ബോൾഡായിട്ട് അവർക്ക് സങ്കടം വരുമോ എന്നൊന്നും നോക്കിയിട്ടല്ല, അതുപോലെ നമ്മൾ വഴക്ക് പറയത്തില്ലേ, ശരിക്കും ശക്തമായി ശാസിക്കത്തില്ലേ, അതിനെയൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് പൗലോസ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതെല്ലാം ഉപദേശം ശാസന, തർജ്ജനം ചെയ്ത് ഇതെല്ലാം എന്താ പറയുക, ഒരു ഇടയൻ സകല ദീർഘക്ഷമയോടും കൂടി ചെയ്യണം. അല്ലാതെ എടുത്ത് പിടിച്ച് പുറത്ത് കളയുക, അല്ലെങ്കിൽ അവരെ പുറത്താക്കി മാറ്റുക, അങ്ങനെയൊന്നുമല്ല. അവിടെ നമുക്ക് അവർക്ക് നല്ല നല്ല എന്താ പറയുക, നല്ല പേഷ്യൻസ് വേണം. ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ പ്രബോധിപ്പിക്കുക. പ്രബോധനമൊക്കെ നമ്മളിപ്പോൾ മിക്കവാറും എല്ലാ സഭയിലുണ്ട്. മിക്കവാറും പിള്ളേർക്കൊക്കെയാണ് പ്രബോധിപ്പിക്കാനായിട്ട് സമയം കൊടുക്കുക. 5 മിനിറ്റ് 10 മിനിറ്റ് കൊടുക്കുക, അല്ലേ? ശരി അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? പല സഭയിലും പ്രബോധനം എന്നും പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെയുണ്ട്. നമ്മുടെ ആൻമരിയൊക്കെ പോകുന്ന സഭയിലൊക്കെ അവിടെയുണ്ട് പ്രബോധനം. അതിനു വേണ്ടിയിട്ട് ശരിക്കും വചനത്തിലൂടെ മറ്റുള്ളവരെല്ലാം പ്രബോധിപ്പിക്കണം. പക്ഷെ അവിടെ ഒക്കെ പ്രബോധനം പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും 10 മിനിറ്റ് സഭയിൽ, അല്ലേ? പക്ഷേ ഇത് അതല്ല, വചനം പ്രസംഗിക്കുന്നതിലൂടെ തന്നെ ഇടയന്റെ തന്നെ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഉത്തരവാദിത്വം തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് വചനം കേൾക്കുമ്പോൾ ഒരു പ്രബോധനം, അവരുടെ ഉള്ളിൽ ഒരു ഉത്സാഹം ഉണ്ടാകണം. എനിക്കത് ചെയ്യണം, എനിക്കിത് മാറ്റണം, എനിക്ക് അങ്ങനെ ആകണം എന്നൊരു പ്രബോധിപ്പിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് വചനം പ്രസംഗിക്കുന്നതിലൂടെ അല്ലെ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ പറയും. അവിടെ എന്താ പറയുക, ദൈവത്തിന്റെ പാതയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹം അല്ലെങ്കിൽ പ്രബോധനം, അതാണ് എന്താ പറയാ, നമുക്കൊരു ഉള്ളിലൊരു ഒരു സന്തോഷം, ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാണ്. അപ്പൊ എനിക്കും ഇത് ഫോളോ ചെയ്യണം, ഇതിലൂടെ നടക്കണം എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് ഒരൊറ്റ വാക്യത്തിൽ തിമോത്തിയോസിനോട് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഒരൊറ്റ വാക്യത്തിൽ ബാക്കിയുള്ള ഇത് എനിക്കൊന്ന് തിമോത്തിയോസിന്റെ ലേഖനമാണെന്ന് തോന്നുന്നു, പൗലോസിന്റെ അവസാന ലേഖനമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാ, എൻ്റെ അറിവ് ശരിയാണ്, ആണോ? എന്നിട്ട് മരണസമയം അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പം അവസാനം ആയിട്ട് ആ അധ്യായമാണ് തിമോത്തിയോസ് ലേഖനം. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും തിമോത്തിയോസിനെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം ഒരു പിൻഗാമിയെ പോലെ, അല്ലെങ്കിൽ എൻ്റെ പിന്തുടർച്ചക്കാരനെ പോലെയൊക്കെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന ഒരു ലേഖനമായിട്ട് നമുക്ക് തോന്നാം. അപ്പൊ ഇവിടെ അടുത്ത താഴോട്ട് അതിച്ചൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. സിസ്റ്റർ 3-ാം വാക്യം ഒന്ന് വായിക്കാം. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും
സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ആമേൻ. ഇതോടെ പറയുന്നത് അന്ന് അങ്ങനെ അല്ല എങ്കിലും അങ്ങനെ ഒരു കാലം വരും. എങ്ങനെ? ഇന്നത്തെ കാലമാണ് ഞാൻ നോക്കുന്നത്. എന്തുകൊണ്ടാ തിമോഥെയോസ് 2-ാം വാക്യം എന്തുകൊണ്ട് ഇത്ര ഒരു എന്താ പറയാ, ഒരു ഉപദേശമായിട്ടല്ല, കൂടുതലായിട്ട് ഒരു ആജ്ഞ പോലെ നീ ഇങ്ങനെ ആയിരിക്കണം എന്ന റീസൺ എന്താന്ന് വെച്ചാൽ ആ റീസൺ പറയുന്നത് 3-ാം വാക്യമാണ്. ഹല്ലേലൂയ. അപ്പൊ 3-ാം വാക്യത്തിൽ പറയുന്നത് ഹല്ലേലൂയ. ഞാനിവിടെ അതിൻ്റെ അടുത്ത് ആ 2-ാം വാക്യം എഴുതിയപ്പം എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചു. എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് ചോദിച്ചാൽ 3-ാം വാക്യം അത് നമ്മളെ പഠിപ്പിക്കുന്ന വെച്ചാൽ അവർ എന്ന് വെച്ചാൽ വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. അപ്പം കാതുകൾക്ക് ഹാലയിലെ ഇഷ്ടം തോന്നുന്ന രീതിയിൽ, ഞാൻ പറയുന്നത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, എന്താ പറയാ, ഇഷ്ടം തോന്നുന്ന രീതി, കാരണം സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം അല്ലല്ല എന്താ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. അപ്പൊ ഇന്ന് പലർക്കും എന്താ പറയാ, കെട്ടുകഥ കേട്ടാൽ മതി, ഉപദേശമൊന്നും വേണ്ട, കർണരസമാകാറുള്ള പ്രസംഗങ്ങൾ മതി. അങ്ങനെയുള്ള ഒരു കാലം വരും. അതുകൊണ്ടാണ് നീ എന്താ ഇതുപോലെ ഒരുങ്ങിയിരിക്കണം, നീ ഇങ്ങനെ ആയിരിക്കണം പ്രസംഗം, നീ ഇങ്ങനെയൊക്കെ ചെയ്യണം. കാരണം നമ്മൾ നിൽക്കുന്ന കാലഘട്ടം അതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന നമ്മളോട് ദൈവത്തിന്റെ ആത്മാവിന്ന് ഉപദേശിച്ചത് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണമെന്നാണ്. മറ്റേ ഇതുപോലെ പ്രസംഗിക്കുന്നവരെ, ഇതുപോലെ ഉപദേശിക്കുന്നവരെ ചുവട് പിടിച്ച് നമ്മൾ പോകരുത്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രസംഗിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അതിന് ശക്തിയെ അറിഞ്ഞ് ആ തിരുവഴുത്തല അറിഞ്ഞ് തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ മറ്റുള്ളവരൊക്കെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടത്തില്ലയോ, മറ്റുള്ളവർക്ക് സന്തോഷം വരും സന്തോഷം വരത്തില്ലയോ എന്നൊന്നുമല്ല. ദൈവാത്മാ ഞാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ ഈ പ്രവചനം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ തരുന്ന പ്രവചനത്തിൽ എപ്പോഴും പകുതി മാത്രം പറഞ്ഞു നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പകുതി പറയുന്ന നിർത്തി കഴിഞ്ഞാൽ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മ എപ്പോഴും പറയാ, നീ ഇന്നതുപോലൊക്കെ ആയാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യുമെന്ന് തന്നെയാ പറയുന്നത്. നമുക്കല്ലാതെ നാളെ നിന്നെ എന്താ പറയാ, അവിടെ അയക്കും ഇവിടെ അയക്കും മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് അയക്കും എന്ന് പറയുമ്പോ അതിനൊരു ക്ലോസ് ഉണ്ട്. നീ എവിടെയൊക്കെ ക്രമപ്പെടുത്തണം, നീ എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കണം, നീ എങ്ങനെയൊക്കെ ആയിട്ട് എന്നാൽ ഞാനത് ചെയ്യത്തുള്ളൂ. ഇത് കേട്ടത് കൊണ്ട് മാത്രം നാളെ ഞാൻ പെട്ടി എടുത്തിട്ട് പോകാനിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ക്രമീകരിക്കപ്പെട്ട കാര്യം കൂടെ ദൈവാത്മാ. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആ പോകും എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി പറയുന്നില്ല. മനസ്സിലായി എന്തുകൊണ്ടാ? അതുകൊണ്ട് അവിടെ തന്നെ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവചനത്തിൽ എപ്പോഴും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് കൊണ്ട് ദൈവാത്മ പറയും. പക്ഷെ അത് പറയാതെ മറ്റത് മാത്രം പറഞ്ഞു പോകുന്നതുകൊണ്ട്, അല്പമായി മാത്രം പ്രവചിക്കുന്നതുകൊണ്ട് ഇന്ന് പ്രവചനങ്ങൾ പലതും നിവൃത്തീകരിക്കപ്പെടുന്നില്ല. പ്രവചനങ്ങളായി തന്നെ നിൽക്കുക. ദൈവത്തിന്റെ കുഴപ്പമാണോ? ദൈവത്തിന്റെ കുഴപ്പമല്ല. എന്താ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് അറിയിക്കപ്പെടുമ്പോൾ അത് പൂർണ്ണമായി അറിയിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഇപ്പൊ ആരെങ്കിലും നോക്കിട്ട് സിസ്റ്റർക്ക് ഒരു കാറ് തരും എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് കാറിന്റെ ഷോറൂമിൽ ചെന്ന് കാറ് തരാൻ പറഞ്ഞ കാറ് കിട്ടത്തൊന്നുമില്ല. കാരണം അതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നമ്മള് ഇന്ന് അങ്ങനെ കാർ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് പലപ്പോഴും. അങ്ങനെയല്ല ദൈവത്തിന്. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കാലം വരുമെന്ന് മുൻകൂട്ടി അവിടെ പൗലോസ് എഴുതി വെച്ചിരിക്കുക. ആ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയാ, നമ്മൾ അതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വാക്യങ്ങൾ കൊണ്ട് നമുക്ക് തിമോഥെയോസ് ലേഖനം തന്നെ 4:13, 1 തിമോത്തി 4:13 വായിച്ചേ. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെയാ? വായന, പ്രബോധനം, ഉപദേശം. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യങ്ങൾ വരാത്തത് വായന. അപ്പൊ നമ്മൾ വചനം വായിക്കണം. പ്രസംഗിക്കണമെങ്കിൽ
ഉപദേശിക്കണമെങ്കിലും വചനം വായിക്കണം. വായിക്കാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഹാലേ. അതിന്റെ 15-16 വായിക്കുന്ന സിസ്റ്റർ. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നുകൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ആമേ. ഹല. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി ഇത് കരുതുക. ഏത് കരുതാൻ? ഇവിടെ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വചനം അപ്പോൾ പറയാം, നിന്റെ യോൻ തുറ്റുന്ന വാക്കിലും നടപ്പും നിർമ്മാണത്തിൽ വിശ്വാസം മാതൃക ഞാൻ വരുവോളം വായന, പ്രബോധന, ഉപദേശം എന്ന് വെച്ചാൽ വായന, പ്രബോധനം, വചനത്തെ കുറിച്ച് പറഞ്ഞു. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധം ഇത് കരുതുക. നീ വായിച്ചതും പഠിച്ചതും കരുതണം. ഹല്ലേലൂയ. ഇവിടെ അതുപോലെ മൂപ്പന്മാരുടെ കയ്യൊപ്പ പ്രചരണം നിനക്ക് ലഭിച്ചതായുള്ള കൃപാവരം ഉപേക്ഷ വിചാരിക്കുന്നതിന്. അപ്പൊ കൃപാവരങ്ങളൊന്നും ഉപേക്ഷയായി വിചാരിക്കരുത്. അതിനെയൊക്കെ ജ്വലിപ്പിച്ചുകൊള്ളണം ഒരിടത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഇതിൽ തന്നെ ഇരുന്നുകൾ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിച്ചു കൊടുക്കാം. കേട്ട ഉപദേശങ്ങളൊക്കെ ഹാലേലൂയ അതുവഴി ഈ വഴി കളയാതെ അതിനെ സൂക്ഷിക്കണം. ഹാലേലൂയ. ഇതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് വെച്ചാൽ ദൈവവചനത്താലുള്ള ഉപദേശമാണ്. ഹാലേലൂയ പറഞ്ഞു അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കുക. അപ്പൊ വചനത്തിൽ നീ ഉറപ്പുള്ളവനാ, വചനത്തിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ ഹാലേലൂയ വചനം നിനക്ക് അതുപോലെ നീ അങ്ങനെയാണെങ്കിൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇപ്പൊ പലപ്പോഴും പ്രസംഗം കേട്ടാൽ രക്ഷിക്കപ്പെടാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിൽ നിന്നുകൊണ്ടല്ല പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് പ്രസംഗം കേട്ടിട്ട് ആരും രക്ഷിക്കുക. അപ്പൊ നമ്മൾ ഹാലയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടാകണം. അല്ലെ കുറെ ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കണം, കുറെ ആൾക്കാരെ കൊണ്ട് തുള്ളിക്കണം, കുറെ ആൾക്കാർ ചാടണം എന്നല്ല നമ്മുടെ പ്രസംഗത്തിൽ ഹാലയിൽ നമ്മൾ ആഗ്രഹിക്കണം. എന്താ പറയാ, വചനത്തിൽ മറ്റുള്ളവരെ ഉറപ്പിക്കാനും അതുപോലെ തന്നെ അവരെ എക്യുപ്പ് ചെയ്യാനും അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അനേകരെ നേടുവാനും അനേക രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും ആയിരിക്കണം. നമ്മൾ ആദ്യം എന്താ, നമുക്ക് രക്ഷ വേണം, നമ്മുടെ പ്രസംഗം കേൾക്കുന്നവരും രക്ഷിക്കപ്പെടണം. ഇതിപ്പോ നമുക്ക് രക്ഷയുണ്ടോന്ന് ചോദിച്ചാൽ, ഇന്ന് പലരും ചോദിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ്, പോകുമോ ഇല്ലെന്നുള്ള. പക്ഷേ നമ്മൾ വചനം എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത 2 തിമോഥെയോസ് 3:10 വായിക്കാം. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇവിടെ പറയുന്നത്, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, എല്ലാത്തിനും കർത്താവിനെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പം മനസ്സിലേക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇവിടെ വീണ്ടും പൗലോസ് തിമോത്തിയോസിന് പറയണം. അപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ചൊക്കെ നീ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഉപദേശത്തിൽ തന്നെ വചനത്തിൽ തന്നെ നിലനിൽക്കണം, ഉറപ്പിക്കണം. ഹാലലിയ. വചനം സംബന്ധിച്ച് ഇതെല്ലാം എന്താ പറയാ, കുറെ ആൾക്കാരെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഹല്ലേലൂയ അവിടെയൊക്കെ നീ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ചെയ്തതുപോലെ ഞാൻ അനുഭവിച്ചൊക്കെ കണ്ടത് അതുപോലൊക്കെ വന്നാൽ പോലും മാറിപ്പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത തീത്തോസിന്റെ ലേഖനം 2:15 വായിക്കാം. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ പറയും, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ആരും നിന്നെ തുച്ഛീകരിക്കുക. അപ്പൊ വചനം പ്രസംഗിക്കുന്നവരെങ്ങനെ പൂർണ്ണ ഗൗരവത്തോടെ ഹല്ലേലൂയ പ്രസംഗിക്കണം. എന്നുവെച്ചാൽ പൂർണ്ണ ഗൗരവത്തെ മസിൽ പിടിച്ച് നിൽക്കാൻ നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്ന വചനം ദൈവത്തിന്റെ വചനമാണെന്നല്ല, അത് പ്രസംഗിക്കപ്പെടുമ്പോൾ ഉപദേശിക്കുമ്പോഴൊക്കെ ആ ഗൗരവത്തോട് നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും
ശാസിക്കുകയും ചെയ്യും. അവിടെയും പറയുന്നതാണ് വചനം വെച്ച് തന്നെ, വചനം വെച്ച് ശാസിക്കണം. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആൾക്കാരെ ശാസിക്കാനല്ല പറഞ്ഞേക്കുന്നത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അവരെ ഉപദേശിക്കാം, പ്രബോധിപ്പിക്കാം, ശാസിക്കാം. ഇതിനായിരിക്കണം വചനം ഉപേക്ഷിക്കും. ആരും നിന്നെ തുച്ഛീകരിക്കരുതെന്ന് പറഞ്ഞാൽ അല്ലെ, നിനക്ക് വചനം പ്രസംഗിക്കുന്നവർക്കൊക്കെ നമ്മൾ വില കൊടുക്കുക അല്ലേ. അപ്പൊ ഈ പറയുന്നൊക്കെ കേൾക്കപ്പെടുന്നത് കേട്ടിട്ട് അപ്പുറത്തൂടെ പോകത്തക്ക രീതി, ചെവികളെ കെട്ടിലേക്കട്ടെ കളയുന്ന രീതിയിലല്ല തുച്ഛീകരിച്ച് കളയുന്ന ഒരു ജാമ്യം. അടുത്ത പറയുന്ന ഇന്നത്തെ മോശം വേണ്ടിയിട്ട് പറഞ്ഞു ഒരു മിനിറ്റ്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 5:14. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. ആമേൻ, സ്തോത്രം. ഇവിടെ പറയുന്നത് സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയാ, ക്രമം കെട്ടവരെ ഉപദേശിപ്പിൻ. ഹാലേലുയ. ക്രമം കെട്ടവർക്ക് എന്തായാലും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. എങ്ങനെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം? ദൈവവചനത്തിലൂടെ തന്നെയാണ് അവിടെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക. നമ്മളെങ്ങനെ ധൈര്യപ്പെടുത്തുക? മറ്റുള്ളവർ ഇപ്പൊ സാധാരണ സിസ്റ്റർ ഒരു വിഷയം വന്നു, ഞാൻ എങ്ങനെയൊക്കെ ധൈര്യപ്പെടുത്തുക? ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടാണ് അല്ലെ എനിക്ക് വന്ന എന്റെ ജീവിതത്തിൽ നിന്നല്ലേ ദൈവം ചെയ്ത സാക്ഷ്യം കൊണ്ട് ചിലപ്പോൾ മിക്സ് ചെയ്ത് പറയാം നമ്മൾ അങ്ങനെയാണ് നമ്മൾ. അപ്പൊ ദൈവവചനം ഇല്ലാതെ നമുക്ക് ആരെയും ധൈര്യപ്പെടുത്താൻ പറ്റും. നമ്മൾ ചിലപ്പോൾ പറയും ആ വചനം പറ, റിപ്പീറ്റ് ചെയ്ത് പറ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടും എന്നൊക്കെ പറയും. പലരും വചനം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ അവർക്ക് സൗഖ്യം വന്നിട്ടുണ്ട്, മനസ്സിലാക്കി. ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മൾ ഉൾക്കരത്തില്ലാത്ത ധൈര്യപ്പെടുത്തും, ബലഹീനരെ താങ്ങുവിൻ. ഹാലേലൂയ. അപ്പൊ ബലഹീനമായിരിക്കുന്നത് താങ്ങുക എന്നുള്ളത് നമ്മളെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വചനം ചിലപ്പോൾ പലരെയും ചിലപ്പം നമ്മൾ സഹായിക്കും. ഹാലേലൂയ. സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കും. അതും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ. ബലഹീന താങ്ങും, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിക്കും. ആരെയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരുമ്പോൾ എല്ലാവരോടും നമ്മൾ ദീർഘക്ഷമ കാണിക്കും. ഇതെല്ലാം ഉപദേശമാണ്. ആരുടെ ഉപദേശം? ദൈവത്തിന്റെ ഉപദേശം തന്നെയാണ്, ദൈവവചനത്തിന്റെ ഉപദേശം തന്നെ. അപ്പൊ ഇതെല്ലാം ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് വായിച്ച് നമ്മൾ കേട്ട് എല്ലാവരുടെയും എപ്പോഴും നന്മ ചെയ്തുകൊണ്ട് എപ്പോഴും സന്തോഷം, ഇടപെടാതെ പ്രാർത്ഥന, എല്ലാത്തിനും സ്തോത്രം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇത് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ്. നമ്മള് ഇടപെടാതെ പ്രാർത്ഥിക്കണം, എപ്പോഴും സ്തോത്രം. ഇതെല്ലാം ഇവിടെ തെസ്സലോനിക്ക എഴുതിയ ലേഖനത്തിലും പൗലോസ് അവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന അവരെ പ്രബോധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇപ്പൊ വായിച്ച വാക്യത്തിലെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ വായിച്ച ആദ്യം വായിച്ച വാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. പറയുന്ന എന്താ പറയാ, വചനം പ്രസംഗിക്കുക, സമയത്തിൽ ആ സമയത്ത് ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമ ഉദ്ദേശിച്ച് ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്താ പറയാ, അനേക സ്ഥലങ്ങളിൽ ഇന്നും ദൈവവചനം പ്രസംഗിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. യേശുവിനെ കുറിച്ച്, യേശു ആരാണെന്ന് പോലും കേൾക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരെ, സ്നാനപ്പെട്ടവരെ സഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ മണവാട്ടി സഭയിൽ ചേർക്കാനാണ് കർത്താവ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ കേൾക്കാത്തവരെ ദൈവം ഏത് ഗണത്തിൽപ്പെടുത്തും? ഇന്ന് വരെ സുവിശേഷം കേട്ടിട്ടില്ല, അവർ യേശു എന്ന് പോലും കേട്ടിട്ടില്ല, യേശുവിനെ അറിയത്തില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്ക് ഓരോരുത്തർക്ക്. കർത്താവിന്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനെ ബദ്ധന്മാരുടെ സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു അഭിഷേകം ചെയ്ത് അങ്ങനെയാണ് നമ്മളെ അഭിഷേകം ചെയ്ത് അതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ ചെയ്യുന്നില്ല. കാരണം ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഇന്ന് സഭകളിലൊക്കെ ഇരിക്കുന്ന പലരെയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വചനം വായിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല.
വചനം എങ്ങനെയാണ് ഹാലേലുയ ആമി അത് പഠിക്കാന്ന് അറിയത്തില്ല. ആമി ഇങ്ങനെയുള്ള അവസ്ഥ ഇരിക്കുകയാണ് പലരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ ഹാലേലുയ അതിനു വേണ്ടിയിട്ട് ഒരുക്കാനായിട്ടുള്ള ആമി പ്രസംഗങ്ങളല്ല പ്രസംഗിക്കപ്പെടുന്നത്. അതിനുള്ള ഉപദേശങ്ങൾ നടക്കുന്നില്ല. ഹാലലുയ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും എല്ലാവരും ഹാലലുയ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു വാക്യെങ്കിലും കൊണ്ടുകൊണ്ട് വരണം വായിച്ച് ദൈവത്തിന്റെ അനുഭവം തരുന്നു. അപ്പൊ ഇപ്പൊ ആ ഒരു വാക്യം എടുത്ത് അല്ലെങ്കിൽ ഓരോരുത്തരും അവർക്ക് ദൈവം കൊടുത്ത റെവലേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഈ ഗ്രൂപ്പിൽ അത് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് നാളെ ഒരിടത്ത് ചെല്ലുമ്പോൾ സിസ്റ്റർ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ധൈര്യം വരും, അല്ലേ? അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഇറങ്ങി ഇപ്പോൾ പുറത്തേക്ക് പരസ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ ഭവന സന്ദർശനത്തിനോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്കൊരു അല്ലെങ്കിൽ അല്പസമയം അവരോട് വചനം പറയണമെങ്കിൽ നമ്മൾ അതിന് ഒരുക്കപ്പെട്ട, കാരണം എല്ലാ ദിവസവും നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുക വചനം വായിക്കുന്ന, അതിന് അല്പസമയങ്ങളിൽ നമ്മൾ പ്രബോധിപ്പിക്കുന്ന, ഇതൊക്കെ നമ്മളുണ്ട്. പക്ഷെ ഇതുപോലെ ഹലയില ചെയ്യുന്നില്ല. ഇന്ന് ചെന്നിരിക്കുമ്പോൾ പ്രസംഗിക്കുന്നത് പാസ്റ്റർ മാത്രം പ്രസംഗിക്കുന്ന വിശ്വാസമെല്ലാം കേട്ടു പോരുന്നുവെങ്കിൽ ഹാലിൽ അവർക്ക് അതനുസരിച്ച് അവർ ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ അവർ പുറത്തിറങ്ങിയിട്ട് അവർക്ക് സുവിശേഷം പറയാൻ കഴിയില്ല. ഹാലിൽ അപ്പം സഭയ്ക്കുള്ളിൽ ഹാലിൽ പ്രസംഗിക്കപ്പെട്ട വചനം എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന വിശ്വാസികളെ ഹാലിൽ എക്യുപ്പ് ചെയ്യുന്നതായിരിക്കണം. അവർ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് പ്രസംഗിക്കാൻ കഴിയണം, അവർക്ക് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ കഴിയണം, അവരെ ആശ്വസിപ്പിക്കാൻ കഴിയണം, ഉപദേശിക്കാൻ കഴിയണം. ഹാലലൂയ. എന്തെങ്കിലും കണ്ട കൊച്ചുങ്ങളെ ആണെങ്കിൽ പോലും നമ്മൾ എന്താ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ശാസിക്കാനും ഗുണീകരിക്കാനും ഒക്കെ കഴിയണം. അപ്പൊ നമുക്ക് ആ ബോധ്യമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം ദൈവവചനം പബ്ലിക്കലി നമ്മൾ പ്രസംഗിക്കുന്നത് എന്തിനാ വെച്ചാൽ അത് ജനത്തിനോടുള്ള സുവിശേഷമാണ്. കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച്, കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് വന്നതെന്നും എന്തിനാണ് ക്രൂശിക്കപ്പെട്ടതെന്നും എന്തിനാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹാലേലിയ അത് അവരോടുള്ള സുവിശേഷമാണ്. അവരെ രക്ഷയിലേക്ക് നടത്തുന്ന വഴിയായിരിക്കണം അത്. ആമേൻ, സ്തോത്ര ഹാല. അതുകൊണ്ട് വചനം ഹാലലി എന്താ പറയാ, നമ്മൾ ഹാലലി പ്രസംഗിക്കണം. എപ്പോഴൊക്കെ പ്രസംഗിക്കണം? സമയത്തിലും അസമയത്തിലും പ്രസംഗിക്കണം. ഏത് രാത്രി വിളിച്ചിട്ട് അറിഞ്ഞാലും ഹാലയില്ല യെസ് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കണം. ഞാൻ ഇന്നലെ വാക്കി എടുത്ത് കുറുവാക്കി ഇങ്ങനെ വായിച്ചിട്ട് ഞാനത് സാറാമ്മ സിസ്റ്റർക്ക് ഇന്ന് ഇത് പറയുമ്പോൾ ഹാലയില്ല ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത് സാറാണ്. കാരണം സിസ്റ്റർ അപ്പൊ ഇന്ന് വചനം വരെ ഒരു 10 എക്സ്ക്യൂസ് ഒക്കെ ഇട്ടെന്ന് പറയാം. അവസാനം പിന്നെ സിസ്റ്റർ തന്നെയെന്ന് പറഞ്ഞ് എന്റെ തലയിലേക്ക് വെച്ചിട്ട് ഇന്നലെ ഓടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വെച്ച് പറഞ്ഞല്ലാണ്ട് വചനം വായിച്ചു വരിക്കുന്നില്ല, ഈ വചന കിട്ടിയത്, അതുകൊണ്ട് ഞാനങ്ങ് പ്രസംഗിച്ചെന്നേ ഉള്ളത്. ഹാലേലൂയ. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട, നമുക്കിട്ട് കുത്തിയാണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഹാലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ തിമോഥെയോസ് ഈ ഒരൊറ്റ വാക്യത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തെ പൂർണ്ണമായ നമുക്ക് ഓരോരുത്തർക്കുള്ള റെസ്പോൺസിബിലിറ്റി അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ഹാലേലിയ. അത് എന്തിനു വേണ്ടി പറഞ്ഞു? തൊട്ടടുത്ത വാക്യത്തിലൂടെ പറഞ്ഞു. ഹാലേലിയ. അപ്പൊ 2ാം വാക്യം അവൻ നല്ല ശക്തമായി തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏൽപ്പിച്ചിട്ട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഇത്ര ശക്തമായി തന്നെ ഏൽപ്പിച്ചതെന്ന് 3ാം വാക്യത്തിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ നിൽക്കുന്ന 3ാം വാക്യത്തിൽ കണ്ടതുപോലെ കർണരസമാകുമാർ ഹാലേലിയ പ്രസംഗിക്കുന്നവരുടെ ഹാലേലിയ പ്രസംഗങ്ങൾ കേട്ട നമ്മൾ നിൽക്കുന്നെങ്കിൽ ഹാലേലിയ നമ്മൾ 2ാം വാക്യത്തിലേക്ക് തിരിച്ചു വരണം. ഹാലേലിയ. എന്താ പറയാ, പൗലോസ് പറഞ്ഞതുപോലെ വചനം പ്രസംഗിക്കുക, അസമയത്തിലും ഉപദേശത്തെ ശാസിക്കുക, സകല ദീർഘക്ഷമയുടെ കൂടെ ഹാലേലിയ തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം. അതുകൊണ്ട് എല്ലാവരും വചനം വായിക്കുക, വചനം ഹാലേലിയ പ്രസംഗിക്കാനായിട്ടുള്ളതാണ്. അത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഹാലേലിയ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ മാത്രമേ നമ്മൾ പ്രസംഗിക്കാവുള്ളൂ. അല്ലാതെ ഹാലേലിയ സയൻസും ശാസ്ത്രങ്ങളും ഒന്നും തപ്പിപ്പോകേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ എന്താ നമുക്ക് പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ പ്രസംഗിച്ചാൽ കടല് പോലെ കിടക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അപ്പുറം ഇപ്പുറമൊക്കെ തപ്പിപ്പോകുന്ന കാര്യം? അതിന് ആവശ്യമില്ല. ദൈവവചനം തന്നെ പ്രസംഗിക്കുക. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. ഗോഡ് ബ്ലസ് യു.